സാധാരണയായി നമ്മുടെ നാട്ടിൽ വാർത്താ പ്രാധാന്യമുള്ള എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും ഉടനെ അണിഞ്ഞൊരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് അതിവേഗം വീഡിയോ ചെയ്ത് പ്രതികരിക്കുന്ന ഒരാളാണ് നമ്മുടെ ശീതൾ ചേച്ചി. എന്നാൽ അങ്ങകലെ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് അനീതിക്കിരയായി അഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട് ദിവസങ്ങളേറെയായിട്ടും ഇതുവരെയും ചേച്ചി ആ വിഷയത്തിൽ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ ഇതേ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കുത്തിത്തിരിപ്പ് വീഡിയോയുമായിട്ട് രംഗത്ത് വരാൻ ചേച്ചിക്ക് ഒട്ടും ലജ്ജയുണ്ടായില്ല. നമസ്കാരം, ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉള്ളടക്കവുമായി പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്ന ചൊല്ലിന് ഏതെങ്കിലും തരത്തിലുള്ള സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ആര്? ഇവിടുത്തെ രായാവിൻ്റെ മുഖ്യ പാദസേവകരിൽ ഒരാൾ ഉൾപ്പെടെ കുറേ ആളുകൾ, വേറെ ആരുമല്ല, നമ്മുടെ റഹീമണ്ണനാണ് കൂട്ടത്തിൽ ഹൈലൈറ്റ് ചെയ്ത് നിന്നത്. കാമാന്ന് 2 അക്ഷരം. അതൊരു ക്ലീശയായിപ്പോയല്ലോ. ഈ 4 അക്ഷരം പോലും ഉരുവിടാൻ കഴിയാതെ നിശബ്ദനായി നിന്നു. കാരണം എന്താ? വിനയം കൊണ്ടൊന്നുമല്ല, ഹിന്ദി അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. In other words, they have to be in Delhi to give the notice by 10 o'clock. For all these reasons, Mr. Rahim here had given an application to അയ്യോ, ഞങ്ങളുടെ റഹീമണ്ണൻ ഇതല്ല, ഞങ്ങളുടെ റഹീമണ്ണൻ ഇങ്ങനെ അല്ല. പുലി പോലെ ഇവിടെ കിടന്ന് ഗർജിക്കുന്ന ആള് അവിടെ ചെന്ന് ഇങ്ങനെ പൂച്ച പോലെ വാലും മടക്കി നിൽക്കല്ലേ, ഞങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്തെങ്കിലും 2 അക്ഷരം എഴുതിക്കൊണ്ട് പോയതും ഇല്ലല്ലേ. പാർലമെന്റിലൊക്കെയാണ് എഴുതിക്കൊണ്ട് പോയത്, അവിടെ നിന്ന് വായിച്ചാൽ മതി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പം എഴുതിക്കൊണ്ട് പോകാനും നിവർത്തിയില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് മൊഴിയണ്ണ, മൊഴിയോ. I can give you tomorrow 10 o'clock. Come and I will. മൂക്കും വായും അടച്ച് പൊത്തി നിന്ന് ബാക്കിയുള്ളവരെയും കൂടെ നാണം കെടുത്താതെ ഒന്നുമില്ലെങ്കിൽ ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ സംസാരിക്കുന്നില്ലേ, അവർ പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പാവത്തിന് ഒരു വാക്കുപോലും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അത് എണ്ണ ഫോണിൽ തോണ്ടി നിന്നത്. ചകാവാന്ന് പറ, ഉറച്ചു നിന്ന് 2 ഇതും വിളിച്ചോ. ചിലപ്പോൾ പോലീസ് വരണ്ടാലോ, അങ്ങനെ കയറ്റി വിട്ടാലോ. കണ്ടില്ലേ, ഈ സമയം വരെ ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടാത്ത ശീതൾ ചേച്ചി അവരെ കാണാനും അവർ നേരിട്ട അനീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഛത്തീസ്ഗഡിലേക്ക് പോയ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെയും അതിൽ ഉൾപ്പെട്ട MP ആയ റഹീമിനെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒരു വീഡിയോ ചെയ്യാൻ ചേച്ചിക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഇനി റഹീം മിണ്ടിയില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും പറഞ്ഞ ഇംഗ്ലീഷൊക്കെ തെറ്റായിപ്പോയെങ്കിലും അവിടം വരെ പോയി അവരെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനും റഹീം സമയം കണ്ടെത്തിയല്ലോ. തന്നാൽ കഴിയുന്ന രീതിയിൽ റഹീം വേണ്ട ഇടപെടലുകൾ നടത്തിയല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഉദാഹരണം പറയാം. ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ ഭക്ഷണമൊന്നും കിട്ടാതെ കുറേ നാളായി പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് ഒരാൾ ഒരു പൊതി ചോറ് വാങ്ങി അയാൾക്ക് നൽകുന്നു. ആ ഭക്ഷണപ്പൊതിയിൽ പപ്പടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മോശക്കാരനാക്കിയും അയാളുടെ പ്രവർത്തനത്തെ വില കുറച്ചും കണ്ട് മറ്റൊരാൾ വീഡിയോ ചെയ്ത് പ്രതികരിക്കുന്നു. ഇതേ പരിപാടി തന്നെയാണ് ശീതൾ ചേച്ചിയും ഈ വീഡിയോയിലൂടെ ചെയ്തത്. റഹീമിൻ്റെ രാഷ്ട്രീയത്തോടും അയാൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ലെങ്കിലും ഈ വിഷയത്തിൽ, ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ കാണാനും അവർക്ക് പിന്തുണ അറിയിക്കാനും റഹീമും സംഘവും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും മനുഷ്യത്വമാണ്, മാനവികതയാണ്, മാതൃകാപരമായ സമീപനമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ശീതൾ ചേച്ചിയിൽ നിന്നും ആ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ, മാതൃകാപരമായ, മഹനീയമായ, മനുഷ്യത്വപരമായ സമീപനങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അവർ ഉയർത്തിപ്പിടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സംഘപരിവാർ രാഷ്ട്രീയമാണ്. ദുർഗന്ധം വമിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങളാണ്.